കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പ് കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി മാത്രമല്ല പല ഉന്നത നേതാക്കളുമുണ്ടെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. നഷ്ടമായ പണം തിരികെ നൽകാൻ സിപിഎമ്മിന്റെ സ്വത്ത് ഉപയോഗപ്പെടുത്തണം. വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ കത്തിനശിച്ചു. മേലടൂർ പെരുമ്പിള്ളി മുകുന്ദന്റെ ഇലക്ട്രിക് സ്കൂട്ടറാണ് കത്തിനശിച്ചത്. ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. ചെമ്മീന് വിലയിടിഞ്ഞു. പൊന്നും വിലയുള്ള പൂവാലൻ ചെമ്മീൻ കിലോയ്ക്ക് 100 രൂപ നിരക്കിൽ വിറ്റഴിച്ചു. ഇൻബോർഡ് വള്ളങ്ങൾക്കും ചെറുവള്ളങ്ങൾക്കും ഒരുപോലെ ചെമ്മീൻ ധാരാളമായി ലഭിച്ചതോടെയാണ് വിപണിയിൽ വിലയിടിഞ്ഞത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പ് കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി മാത്രമല്ല പല ഉന്നത നേതാക്കളുമുണ്ടെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. നഷ്ടമായ പണം തിരികെ നൽകാൻ സിപിഎമ്മിന്റെ സ്വത്ത് ഉപയോഗപ്പെടുത്തണം. കൊടകര കുഴൽപ്പണക്കേസ് കവർച്ചാ കേസ് മാത്രമായിരുന്നു. ബിജെപി ജില്ലാ പ്രസിഡന്റിനെതിരായ പോലീസ് കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും സുരേന്ദ്രൻ. സിപിഎം ജില്ലാ സെക്രട്ടറി ചെയ്യേണ്ടത് പാവപ്പെട്ട ആളുകളെ കബളിപ്പിച്ച് പാവപ്പെട്ട സഹകാരികളുടെ നിക്ഷേപം കൊള്ളയടിച്ച് നിങ്ങൾ വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കളൊക്കെ സ്വമേധയാ തിരിച്ചേൽപ്പിച്ചു. അതുകൊണ്ട് ആ പണമെടുത്ത് പാവപ്പെട്ട സഹകാരികൾ കൊടുക്കുക. അതുകൊണ്ട് ആ കാര്യത്തിൽ വീഴ്ച വരുത്തിയതിനാണ് ED നടപടിയെടുത്തത്. അഴിമതിക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ ഇനിയും ശക്തമായിട്ട് മുന്നോട്ട് പോകും. ജില്ലാ സെക്രട്ടറി മാത്രമല്ല, അതിന് മുകളിലുള്ള പല നേതാക്കളും, സിപിഎമ്മിന്റെ ഉന്നതരായിട്ടുള്ള പല നേതാക്കളും ഇതിൽ പങ്കാളികളാണ്. അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ആവോളം വല നിറഞ്ഞതോടെ ചെമ്മീന് വിലയിടിഞ്ഞു. പൊന്നും വിലയുള്ള പൂവാലൻ ചെമ്മീൻ കിലോയ്ക്ക് 100 രൂപ നിരക്കിൽ വിറ്റഴിച്ചു. ഇൻബോർഡ് വള്ളങ്ങൾക്കും ചെറുവള്ളങ്ങൾക്കും ഒരുപോലെ ചെമ്മീൻ ധാരാളമായി ലഭിച്ചതോടെയാണ് വിപണിയിൽ വിലയിടിഞ്ഞത്. ലഭ്യത വർദ്ധിച്ചതോടെ കയറ്റുമതി കമ്പനിക്കാർ ചെമ്മീനിന് വില കുറയ്ക്കുകയായിരുന്നു. ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ ചെമ്മീൻ കുന്നുകൂടിയതോടെയാണ് പ്രാദേശിക വിപണിയിൽ സമീപകാലത്തൊന്നും തന്നെ കണ്ടിട്ടില്ലാത്തത്ര വിലക്കുറവുണ്ടായത്. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മിനി ഹാർബറിൽ ചാകര കണക്കെ ചെമ്മീൻ വന്നെത്തി. പൊതുവെ മികച്ച വില ലഭിക്കുന്ന പൂവാലൻ ചെമ്മീനാണ് വല നിറയെ ലഭിക്കുന്നത്. ഏകദേശം ഒരാഴ്ചയിലധികം കാലം ചെമ്മീൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ലഭ്യത വർദ്ധിച്ചതിന്റെ സന്തോഷം വിലയിടിവിൽ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് മത്സ്യബന്ധന മേഖല. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്തെ ക്രൈസ്തവ സമൂഹം കടുത്ത വിവേചനം നേരിടുന്നതായി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. തൃശൂരിൽ അവകാശദിന റാലിയും ധർണയും ഉദ്ഘാടനം ചെയ്യവെയാണ് ആർച്ച് ബിഷപ്പ് സംസ്ഥാന സർക്കാരിനെതിരെ തിരിഞ്ഞത്. ന്യൂനപക്ഷ ആനുകൂല്യ വിതരണത്തിൽ 80:20 അനുപാതം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ ഹൈക്കോടതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച സർക്കാരിന്റെ ക്രൈസ്തവർ നിലപാട് വിവേചനത്തിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ രാഷ്ട്ര നിർമ്മിതിയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകി സമുദായം ഇങ്ങനെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ വിവേചനത്തിന്, നിങ്ങൾക്ക് തന്നെ അറിയാം 80:20 കാര്യം വളരെ പ്രസിദ്ധമാണ്. അതിനെതിരെ നമ്മുടെ സർക്കാർ തന്നെയാണ് ഇപ്പോൾ അപ്പീൽ പോയിരിക്കുന്നത്. അതുപോലെ തന്നെ PSC കോച്ചിങ് ആർക്കാണ് കിട്ടുന്നത്? ന്യൂനപക്ഷങ്ങൾക്കുള്ള PSC കോച്ചിങ് ആർക്കാണ് കിട്ടുന്നതെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ക്ഷേമ പദ്ധതികൾ, ഒത്തിരി ക്ഷേമ പദ്ധതികളുണ്ട്. അത് ആർക്കൊക്കെയാണ് കിട്ടുന്നത്? സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ മുസരീസ് ഹെറിറ്റേജ് പ്രൊജക്ടിന്റെ ഭാഗമായി പുതുക്കിപ്പണിത ചേരമാൻ ജുമാ മസ്ജിദ് കെട്ടിടത്തിന്റെയും കൊടുങ്ങല്ലൂർ ക്ഷേത്ര മ്യൂസിയം കെട്ടിടത്തിന്റെയും അടക്കം വിവിധ പൈതൃക സംരക്ഷണ പദ്ധതികളുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. പോലീസ് മൈതാനിയിൽ വൈകിട്ട് 4:30 പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. MLA VR സുനിൽകുമാർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ചാലക്കുടി MP ബെന്നി ബെഹനാൻ മുഖ്യാതിഥിയാകും. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് വിശ്വസിക്കപ്പെടുന്ന വിഖ്യാതമായ ചേരമാൻ പെരുമാൾ പള്ളിയുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് 1.13 കോടി രൂപയാണ് ചെലവാക്കിയത്. 93.64 കോടി രൂപ ചെലവാക്കി പള്ളിയുടെ ചുറ്റുമതിലും പണി കഴിപ്പിച്ചു. കേരളത്തിന്റെ ശ്രേഷ്ഠ പൈതൃക അവശേഷിപ്പുകളിലൊന്നായ കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ ഊട്ടുപുര, ഭണ്ഡാരപ്പുര, മാളിക സമുച്ചയത്തിന്റെ സംരക്ഷണ പദ്ധതിക്ക് 3.23 കോടി രൂപയാണ് ചെലവഴിച്ചത്.
ക്ഷേത്ര കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി. കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള സംരക്ഷിത സ്മാരകം കൂടിയായ കീഴ്ത്തളി ക്ഷേത്രത്തിന്റെ ബലിക്കല്ല് മണ്ഡപത്തിന്റെ നിർമ്മാണവും മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി നടത്തി. ചേരമാൻ കാലത്തെ ക്ഷേത്രങ്ങളുടെ വാസ്തുശൈലിക്ക് സമാനമായാണ് ഈ ബലിക്കൽ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. തിരുവഞ്ചിക്കുളത്തെ കനാൽ ഓഫീസ് യഥാർത്ഥത്തിൽ ഡച്ചുകാരാൽ നിർമ്മിതമായതാണ്. ആ ചരിത്ര നിർമ്മിതിയുടെയും സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിച്ചു. ഇതുകൂടാതെ ത്രികുലശേഖരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം, ശൃംഗപുരം ശിവക്ഷേത്രം, ത്രികുലശേഖരപുരം ആഴ്വാർ ക്ഷേത്രം, പടാക്കുളം അയ്യപ്പ ക്ഷേത്രം എന്നിവിടങ്ങളിലെ പ്രദക്ഷിണ പദങ്ങൾ, ആൽത്തറകൾ തുടങ്ങിയടക്കം 16 ആരാധനാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം 3.29 കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചു. ഈ വികസന സംരക്ഷണ നവീകരണ പദ്ധതികളുടെയും മുസ്ലിസ് പൈതൃക പദ്ധതിയുടെയും പുതുക്കിയ വെബ്സൈറ്റിന്റെയും ഇസ്ലാമിക് ഡിജിറ്റൽ ആർക്കൈവ്സിന്റെയും ഉദ്ഘാടനങ്ങളാണ് മന്ത്രി P.A. മുഹമ്മദ് റിയാസ് ശനിയാഴ്ച വൈകിട്ട് നിർവഹിക്കുക. ടൂറിസം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി K. ബിജു, ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ, മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മനോജ് കുമാർ കെ, കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ T.K. ഗീത, വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് V.S. ദിനൽ തുടങ്ങിയവർ പങ്കെടുക്കും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ കത്തിനശിച്ചു. മേലടൂർ പെരുമ്പിള്ളി മുകുന്ദന്റെ ഇലക്ട്രിക് സ്കൂട്ടറാണ് കത്തിനശിച്ചത്. ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നു നോക്കിയപ്പോഴാണ് സ്കൂട്ടർ കത്തുന്നത് കണ്ടത്. ഉടൻ തന്നെ മോട്ടോർ പമ്പ് ചെയ്ത് തീയണച്ചു. സമീപത്തുണ്ടായിരുന്ന 2 വീലർ ഉടൻ തന്നെ മാറ്റിയതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. 1 വർഷം മാത്രം പഴക്കമുള്ള വാഹനമാണ് കത്തിനശിച്ചത്. ഉച്ചയ്ക്കാണ് ചാർജ് ചെയ്തത്. പിന്നീട് രാത്രി ചാർജ് ചെയ്യാനൊന്നും വെച്ചിരുന്നില്ല. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് വാഹനം കത്തിയതെന്ന ആശങ്കയിലാണ് വീട്ടുകാർ. വടമ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വടമ ദേവിവിലാസം ലോവർ പ്രൈമറി സ്കൂളിൽ വായന പക്ഷാചരണം സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T.P. രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുധി തോപ്പിൽ അധ്യക്ഷത വഹിച്ചു. AEO K. സുരേഷ്, ഗ്രന്ഥശാല സംഘം താലൂക്ക് പ്രസിഡന്റ് I. ബാലഗോപാലൻ, വൈക്കം മുഹമ്മദ് ബഷീർ, തിരുനെല്ലൂർ കരുണാകരൻ, പ്രൊഫസർ V. സാംബശിവൻ എന്നിവരെ അനുസ്മരിച്ച് സംസാരിച്ചു. KV ഡേവിസ്, പ്രധാന അധ്യാപിക CG ശ്രീലത, TK ശിവജി എന്നിവർ പ്രസംഗിച്ചു. ശ്രീഭദ്ര വിനോദ് ആനപ്പൂട കഥാപാരായണം ചെയ്തു. ആഘോഷങ്ങൾ ആർഭാടമാക്കുന്ന സ്വഭാവത്തിന് മാറ്റം വരുത്തണമെന്ന് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ. കോട്ടപ്പുറം രൂപതയുടെ 37ാമത് രൂപതാ ദിനവും 3 വർഷത്തെ റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും വിശുദ്ധ തോമസ് ലീഹായുടെ രക്തസാക്ഷിത്വ തിരുനാളും പ്രമാണിച്ച് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ അർപ്പിച്ച ദിവ്യബലിയിൽ വചനപ്രഘോഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ആർഭാടങ്ങൾ ഉപേക്ഷിച്ച് കുടുംബത്തെയും സമൂഹത്തെയും സമുദായത്തെയും ശക്തിപ്പെടുത്തണം. അർത്ഥമില്ലാത്ത ആഘോഷങ്ങൾ ഉണ്ടാകരുത്. കുടുംബങ്ങൾക്കും സഹപ്രവർത്തകർക്കും പ്രത്യാശ നൽകുന്ന പ്രത്യാശയുടെ തീർത്ഥാടകരാകണമെന്നും ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് ഉദ്ബോധിപ്പിച്ചു. ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബിഷപ്പ് എമിറേറ്റ്സ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി സംസാരിച്ചു. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ UDF മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കമാൽ കാട്ടകത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് AA മുസമിൽ അധ്യക്ഷത വഹിച്ചു. IUML നേതാവ് സദക്കുത്തുള്ള, കോൺഗ്രസ് നേതാക്കളായ AR രാമദാസ്, A ചന്ദ്രൻ, അയ്യൂബ് കരൂപ്പടന, ഹരി കുറ്റിപ്പറമ്പിൽ, V മോഹൻദാസ്, UDF പാർലമെന്ററി ലീഡർ ഷംസു വെളുത്തേരി, പ്രവാസി കോൺഗ്രസ് പ്രസിഡന്റ് സതീശൻ, മെമ്പർമാരായ MA ബഷീർ, K കൃഷ്ണകുമാർ, ബിജു പോൾ, മഞ്ജു, ജോർജ് ജാസ്മിൻ, ജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സമാപന സമ്മേളനം കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു ഉദ്ഘാടനം ചെയ്തു. കബീർ, നൌഷാദ്, രമേശ്, അലി മുഹമ്മദ്, നിസാർ, രഞ്ജു തുടങ്ങിയവർ പങ്കെടുത്തു. മാള ലയൺസ് ക്ലബിന്റെ 2024-25 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ സുരേഷ് വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ ഷീല ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പീറ്റർ പാറേക്കാട്, ജോസ് കൊടിയൻ, ലിയോ കൊടിയൻ എന്നിവർ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നീ ചുമതലകൾ ഏറ്റെടുത്തു.
ഈ 2004-2005 വർഷത്തേക്ക് ഒരു PhD 24-25 വർഷത്തേക്ക് ഒരു PhD മാത്രം ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു സർവീസ് ചെയ്യാൻ പറ്റില്ല. ലയൺസ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ സർവീസാണ് മെയിനായിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ എല്ലാം ഒരു ഒത്തൊരുമയോടുകൂടി പാലിച്ചാൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഷോക്ക് ഓഫീസറായി പ്രവർത്തിക്കുവാനെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. നിയുക്ത പ്രസിഡന്റ് പീറ്റർ പാറേക്കാട് ഒരു വർഷത്തെ സർവീസ് പ്രൊജക്ടുകളെ പറ്റി വിശദീകരിച്ചു. ഓർഫനേജിലേക്കുള്ള ഗൃഹോപകരണങ്ങളുടെ വിതരണം സുരേഷ് വാര്യരും നിർധന രോഗികൾക്കുള്ള മരുന്ന് വിതരണം കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയനും നിർവഹിച്ചു. ജോൺ ചെല്ലക്കുടം, പ്രദീപ്, രാജേഷ്, ജോസ് കൊടിയൻ എന്നിവർ സംസാരിച്ചു. മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എറിയാട് ഗ്രാമപഞ്ചായത്തും മാടവന കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ഉണ്ണി പിക്കാസോ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ സോഫിയ അധ്യക്ഷയായി. ഡോക്ടർ നവജിത്ത് ക്യാമ്പിന് നേതൃത്വം നൽകി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് റസിയ ML, SP നഴ്സസ്, ആശാ വർക്കർമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നാരായണമംഗലം കോഴിക്കുളങ്ങരയിൽ SNDP ഓഫീസിന് നേരെ നടന്ന അക്രമത്തിൽ കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകളും ഗുരുദേവന്റെ ഫോട്ടോയും മറ്റ് ഫർണിച്ചറുകളും തകർത്ത സാമൂഹ്യവിരുദ്ധരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന് BJP കോഴിക്കുളങ്ങര ബൂത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. യോഗത്തിൽ കണ്ണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ വിനീത ടിങ്കു, ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. തീരദേശത്തെ ജനങ്ങളുടെ ആശങ്കയകറ്റി തീരദേശ ഹൈവേ തീരദേശത്ത് കൂടെ തന്നെ സ്ഥിരപ്പെടുത്തി അലൈൻമെന്റ് മാറ്റി സ്ഥാപിക്കണമെന്ന് അലീവ് ചാരിറ്റബിൾ സൊസൈറ്റി ട്രഷറർ KK സുൽഫി ആവശ്യപ്പെട്ടു. ആയിരക്കണക്കിന് പീഡിക തൊഴിലാളികളുടെ തൊഴിലും ജീവനോപാധികൾ നഷ്ടപ്പെടുത്തുന്ന അശാസ്ത്രീയ അലൈൻമെന്റ് മാറ്റി സ്ഥാപിച്ച് ജനങ്ങളുടെ ആശങ്കയകറ്റാൻ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ജനപ്രതിനിധികൾ തയ്യാറാകണമെന്നും സംയുക്ത സമരസമിതി നടത്തിവരുന്ന സായാഹ്ന ധർണയുടെ 82ാം ദിവസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമരസമിതി പ്രസിഡന്റ് A മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. KA മുഹമ്മദ് ഇബ്രാഹിം, സലീൻ പുത്തൻകാട്ടിൽ, ഹസ്ബുള്ള പടിയത്, TK കൊച്ചി ഇബ്രാഹിം, അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ, MA സുലൈമാൻ, EK ഇബ്രാഹിം കുട്ടി മൗലവി, സലാം അയ്യാരിൽ, സിദ്ദിഖ് പഴങ്ങാടൻ, ഇബ്രാഹിം കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പ് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി മാത്രമല്ല പല ഉന്നത നേതാക്കളുമുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. നഷ്ടമായ പണം തിരികെ നൽകാൻ CPMന്റെ സ്വത്ത് ഉപയോഗപ്പെടുത്തണം. വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ കത്തിനശിച്ചു. മേലടൂർ പെരുമ്പിള്ളി മുകുന്ദന്റെ ഇലക്ട്രിക് സ്കൂട്ടറാണ് കത്തിനശിച്ചത്. ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. ചെമ്മീന് വിലയിടിഞ്ഞു. പൊന്നും വിലയുള്ള പൂവാലൻ ചെമ്മീൻ കിലോയ്ക്ക് 100 രൂപ നിരക്കിൽ വിറ്റഴിച്ചു. ഇൻബോർഡ് വള്ളങ്ങൾക്കും ചെറുവള്ളങ്ങൾക്കും ഒരുപോലെ ചെമ്മീൻ ധാരാളമായി ലഭിച്ചതോടെയാണ് വിപണിയിൽ വിലയിടിഞ്ഞത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.